റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണനം എന്നുള്ള ചാപ്റ്ററിൻ്റെ 6ാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 56 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പവേഴ്സ് ഓഫ് ഡെസിമൽ, ദശാംശ കൃതികൾ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദശാംശ സംഖ്യയുടെ കൃതികൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആദ്യം ഒരു ചോദ്യം നോക്കാം. 1.2 ഹോൾ റേസ് ടു 2 1.2 കൃതി 2. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് നമ്മൾ ഈ ദശാംശ സംഖ്യ അല്ലാതെ ആ സംഖ്യ നോക്കുവാണെങ്കിൽ നമുക്കറിയാം അത് 12 ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 144. അപ്പോൾ നമുക്ക് 1.2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം അതിനെ എങ്ങനെ എഴുതാം? നമ്മൾ സാധാരണ പഠിക്കുന്നതനുസരിച്ചാണെങ്കിൽ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 1.2 ഇൻറ്റു 1.2. അപ്പോൾ നമുക്കറിയാം 12 ഇൻറ്റു 12 എന്ന് പറയുന്നത് 144 ആണ്. ഇനി ഇവിടെ നോക്കുക, 1.2 ഇൻറ്റു 1.2 എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വരണം. അപ്പോൾ നമുക്കിവിടെ 144 ആണ് ഉത്തരം എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ വരേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് എഴുതാം 1.44. അടുത്തൊരു ചോദ്യം നോക്കുക. 1.5 ഹോൾ റേസ് ടു 3. അപ്പോൾ നമുക്ക് എഴുതാം 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5. അപ്പോൾ ഇവിടെ 15 ക്യൂബ് എന്ന് പറയുന്നത് 3375 ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് 3 സംഖ്യകൾ വേണം. അപ്പോൾ നമുക്ക് എഴുതാം 3.375 പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകൾ. ഇനി നമുക്കിതിന് വേറൊരു രീതിയിൽ പറയാം. 0.2 ഹോൾ റേസ് ടു 4. അപ്പോൾ ശരിക്കും 0.2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2/10 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2/10 റേസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ്റെ പവേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു 2/10 ഹോൾ റേസ് ടു 4 എന്ന് പറയുന്നത് 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16/10,000 ഈക്വൽ ടു ഇതിനെ നമുക്ക് എഴുതാം 0.0016. അതായത് പോയിന്റ് കഴിഞ്ഞ് നമുക്ക് 4 സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയായിരുന്നു, അതിൻ്റെ പവർ 2 ആയിരുന്നു. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ്. അപ്പോൾ 1 ഗുണം 2 അപ്പോൾ എന്ത് വരും? 2. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകൾ വരണം. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയായിരുന്നു, അതിൻ്റെ പവർ 3 ആയിരുന്നു. അപ്പം ഒരു സംഖ്യയാണുള്ളത്, അപ്പോൾ 1 ഗുണം ആ പവർ ചെയ്യുക. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടോ ആ സംഖ്യകളുടെ എണ്ണം ഗുണം നമ്മുടെ പവർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സംഖ്യകൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 1 ഗുണം 3 എന്ന് പറയുമ്പോൾ 3 സംഖ്യകൾ. അപ്പോൾ നമ്മൾ എഴുതി പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സംഖ്യയാണ് വന്നേക്കുന്നത്, ഒരു സംഖ്യയേ ഉള്ളൂ, പവർ 4 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 1 ഗുണം 4 4, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യകൾ വരണം. അപ്പോൾ ഇവിടെ നോക്കുക, പോയിന്റ് കഴിഞ്ഞ് 4 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ 0.3 ഹോൾ റേസ് ടു 3. അപ്പോൾ നമുക്കറിയാം 3 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 27 ആണ്. അപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്, അതിൻ്റെ പവർ 3 ആണ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്കറിയാം 1 ഗുണം 3 3 സംഖ്യകൾ വരണം. ഇവിടെ എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ വരണം. അതുകൊണ്ട് 27ന് മുൻപായിട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. 27 കഴിഞ്ഞിട്ടല്ല, 27ന് മുൻപായിട്ട്. അപ്പോൾ നമുക്ക് എഴുതാം 0.027. അപ്പോൾ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകൾ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഗുണിച്ച് എഴുതണമെന്ന് ഇല്ല. ഇപ്പം ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇഫ് 12 റേസ് ടു 3 ഈക്വൽ ടു 1728, ഫൈൻഡ് 1.2 ഹോൾ റേസ് ടു 3 ആൻഡ് 0.12 ഹോൾ റേസ് ടു 3. 12 കൃതി 3 സമം 1728 ആണ്. ഇതിൽ നിന്നും 1.2 കൃതി 3, 0.12 കൃതി 3 എന്നിവ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഉത്തരം തന്നിട്ടുണ്ട്. 12ൻ്റെ ക്യൂബ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 1728. ഇനി നോക്കുക, 1.2 കൃതി 3 അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സംഖ്യ ഉള്ളത്? ഒരു സംഖ്യയാണുള്ളത്, അതിൻ്റെ പവർ 3 ആണ്. അപ്പോൾ 1 ഗുണം 3 3, അതായത് ദശാംശം കഴിഞ്ഞാൽ നമുക്ക് 3 സംഖ്യ വേണം. ഇവിടെ നമുക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ് എവിടെയായിട്ട് ഇടണം? 1.728, അതായത് പോയിന്റ് കഴിഞ്ഞ് ദശാംശം 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 1.728. ഇനി അടുത്തത് നോക്കുക, 0.12 ഹോൾ റേസ് ടു 3.
ഇവിടെ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകളുണ്ട്. പവർ 3 അപ്പം 2 ഗുണം 3 2 ഗുണം 3 എത്രയാ? 6. അതായത് ദശാംശം കഴിഞ്ഞ് നമുക്ക് 6 സംഖ്യകൾ വേണം. പോയിന്റ് കഴിഞ്ഞിട്ട് 6 നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ എത്ര സംഖ്യകളുണ്ട്? 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് വേണ്ടത് 6 എണ്ണമാണ്. അപ്പോൾ 2 എണ്ണം കൂടെ കൂടുതൽ വേണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തന്നേക്കുന്ന സംഖ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 0.001728. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 സംഖ്യകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ട് ദ പവേഴ്സ് ഗീവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന കൃതികൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 1.1 ഹോൾ റേസ് ടു 3. അപ്പം 1.1 ഇൻറ്റു 1.1 ഇൻറ്റു 1.1. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകളാണ് വരേണ്ടത്. അപ്പോൾ 11 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1331. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകൾ വരണമെന്നുള്ളതുകൊണ്ട് നമുക്ക് എഴുതാം 1.331. ദെൻ 0.02 റേസ് ടു 5. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 2 മാത്രമാണ്. 0.02 എന്ന് പറയുമ്പോൾ നമ്മൾ സംഖ്യ ദശാംശം ഇല്ലാതെ അതിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകളുണ്ട്. ഇനി അതിൻ്റെ പവർ 5 ആണ്. അതുകൊണ്ട് 5 ഇൻറ്റു 2 10. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 10 സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെ 2 എണ്ണമേ ഉള്ളൂ. 10 എണ്ണം വേണമെന്നുള്ളതുകൊണ്ട് ഒരു 8 പൂജ്യവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 0.0000000032. അതായത് 32ന് മുമ്പായിട്ട് നമ്മൾ 8 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കണം. കാരണം ദശാംശം കഴിഞ്ഞ് നമുക്ക് 10 സംഖ്യകളാണ് വേണ്ടത്. അടുത്ത ചോദ്യം, 0.1 റേസ് ടു 6. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ ഏത് പവർ എടുത്താലും 1 തന്നെയാണ് ഉത്തരം. അപ്പോൾ ഇവിടെ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പം 1 ഗുണം 6 എന്ന് പറയുമ്പം 6 സംഖ്യകളാണ് നമുക്ക് പോയിന്റ് കഴിഞ്ഞ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 0.000001. അതായത് 1 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 1 അത് ആദ്യം എഴുതി. അതിന് മുമ്പായിട്ട് വേണം ബാക്കിയുള്ളത് എത്ര പൂജ്യമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇഫ് 16 റേസ് ടു 3 ഈക്വൽ ടു 4096, ഫൈൻഡ് 1.6 റേസ് ടു 3, 0.16 റേസ് ടു 3 ആൻഡ് 0.016 റേസ് ടു 3. നമുക്ക് 16 കൃതി 3 എന്നുള്ളതിൻ്റെ തന്നിട്ടുണ്ട് 4096. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 1.6 കൃതി 3, 0.16 കൃതി 3, 0.016 കൃതി 3 കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 16 കൃതി 3 16 റേസ് ടു 3 എന്ന് പറയുന്നത് 4096 ആണ്. ഇനി ആദ്യത്തെ നോക്കാം 1.6. ഇപ്പോൾ ഇവിടെ എല്ലാം 16 വെച്ചിട്ടാണ്, അതിൻ്റെ ദശാംശങ്ങൾ മാറ്റി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്പർ എന്ന് പറയുന്നത് 16 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ തന്നേക്കുന്ന ഉത്തരത്തിലാണ് നമ്മൾ മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടത്. അപ്പോൾ നോക്കുക 1.6 റേസ് ടു 3. ഇപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്. അപ്പോൾ നമുക്ക് 1 ഗുണം 3 അതിൻ്റെ പവർ തമ്മിൽ ഇൻറ്റു ചെയ്തു. അപ്പം 3 സംഖ്യകൾ ആണ് നമുക്ക് ദശാംശം കഴിഞ്ഞിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 4 സംഖ്യയുണ്ട്. അപ്പം 4 പോയിന്റ് ഇട്ടാൽ മതി, 4.096. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകൾ വന്നു. അടുത്ത ചോദ്യം ഇതാണ്, 0.16 റേസ് ടു 3, 0.16 റേസ് ടു 3. ഇവിടെ ദശാംശം കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അതിൻ്റെ പവർ 2 ആണ്, പവർ 3 ആണ്. അപ്പോൾ 3 ഗുണം 2 6 വരണം. അപ്പോൾ ഇവിടെ 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണം കൂടെ വേണം. അപ്പോൾ 2 എണ്ണം കൂടെ വേണമെന്നുള്ളതുകൊണ്ട് അതിന് മുമ്പായിട്ട് 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 0.004096. ദെൻ 0.016 റേസ് ടു 3. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 3 സംഖ്യകളുണ്ട്. പവർ 3 ആണ്. അപ്പോൾ 3 ഗുണം 3 എത്ര വരും? 9. അതായത് ദശാംശം കഴിഞ്ഞ് നമുക്ക് 9 സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെ എത്ര സംഖ്യ ഉള്ളൂ? 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 സംഖ്യകളും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഈ സംഖ്യയുടെ മുമ്പായിട്ട് 5 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 0.0 പിന്നെ 5 പൂജ്യം ദെൻ 4096. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത്. കാരണം പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സംഖ്യകൾ വരും, അങ്ങനെ പോയിന്റ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്ത് പഠിക്കുക എല്ലാവരും. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ JS Maths Corner.